ജനുവരി 6 ശനിയാഴ്ച. മാർക്കോസ് 1:7-11 വരെ വാക്യങ്ങൾ. ഒരിക്കൽ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ചെറിയ വാർത്ത വന്നു. പസഫിക് സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു റബ്ബർ ചങ്ങാടത്തിലെ അബോധാവസ്ഥയിൽ 18 വയസ്സുള്ള ഒരു ഓസ്ട്രേലിയൻ യുവാവ് കിടക്കുന്നതായിട്ടാണ് കണ്ടത്. ഒരു ഡച്ച് ചരക്ക് കപ്പലാണ് അത് കണ്ടത്. ഈ യുവാവ് നാവികസേനയിൽ ചേർന്നിരുന്നുവെങ്കിലും തൻ്റെ ഡ്യൂട്ടിയുടെ ഭാരനിമിത്തം നിരാശനായി കപ്പൽ ഉപേക്ഷിച്ച് അതിൽ നിന്ന് ചാടാൻ തീരുമാനിച്ചു. ഒരു ഇരുണ്ട രാത്രിയിൽ അയാൾ ഒരു റബ്ബർ റാഫ്റ്റിൽ ഇറങ്ങി അടുത്തുള്ള തീരത്തേക്ക് തുഴയാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും കപ്പൽ 400 നോട്ടിക്കൽ മൈൽ അകലെ ആയിരുന്നു. 19 ദിവസം അവൻ കടലിൽ ഒഴുകി നടന്നു. പിന്നീട് അവൻ്റെ അനുഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ആ ദിവസങ്ങൾ ഭയാനകമായിരുന്നു. ഭക്ഷണമോ വെള്ളമോ കൂടെ ഉണ്ടായിരുന്നില്ല. ഏറ്റവും മോശമായത് ഏകാന്തതയായിരുന്നു. വേദനാജനകമായ ദിവസങ്ങൾ ഇഴഞ്ഞു നീങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ കാമുകിയെ ഓർത്തു. അവളെ വീണ്ടും കാണണം എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നീട് ആസ്പത്രിയിൽ ചെന്ന് അവനെ സന്ദർശിച്ച എല്ലാവരോടും അവൻ പറഞ്ഞത്, ഞാൻ എൻ്റെ കാമുകിയെ ഓർത്ത് ചിന്തിച്ചു കൊണ്ടിരുന്നതിനാൽ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നേക്കാൾ ശക്തനായ ഒരാൾ വരുമെന്ന് സ്നാപയോഹന്നാൻ പ്രഖ്യാപിക്കുന്നതാണ്. സ്നാപയോഹന്നാനെ അനുഗമിക്കുന്നവനും സ്നാനം നൽകും. എന്നിരുന്നാലും താൻ നൽകുന്നത് പോലെ വെറുമൊരു വെള്ളം കൊണ്ടല്ല, പിന്നെയോ പരിശുദ്ധാത്മാവിനാലായിരിക്കും അവൻ സ്നാനം നൽകുക. സുവിശേഷം പറയുന്നു, യേശു നസ്രത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ നിന്നുള്ള വെള്ളം കൊണ്ട് തന്നെ സ്നാനപ്പെടുത്താൻ യോഹന്നാനോട് ആവശ്യപ്പെട്ടു. യേശു വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ആത്മാവ് യേശുവിൻ്റെ മേൽ ഇറങ്ങി. മാത്രമല്ല, സ്വർഗത്തിൽ നിന്നുള്ള ഒരു ശബ്ദം ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് പ്രഖ്യാപിച്ചതായും വിശുദ്ധ മാർക്കോസ് രേഖപ്പെടുത്തുന്നു. ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവരാകാൻ നാം എല്ലാവരും കൊതിക്കുന്നു. മനുഷ്യരായ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള സഹജമായ ആവശ്യവും അതുപോലെ സ്നേഹിക്കപ്പെടാനുള്ള ആഴമായ ആഗ്രഹവും ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നിരവധി ആളുകൾ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ആരാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്? സ്നേഹിക്കപ്പെടുക എന്നത് എത്ര വലിയ ദാനമാണ്. എല്ലാ സ്നേഹവും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നാണ് ഒഴുകുന്നത്. പരസ്പരം നമ്മുടെ സ്നേഹം ദൈവസ്നേഹത്തിലുള്ള ഒരു പങ്കിടൽ ആണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് നമ്മെ സ്നേഹിക്കുന്ന വ്യക്തികളെ ഓർമ്മിക്കുകയും അവർ നമുക്ക് നൽകുന്ന മഹത്തായ സമ്മാനത്തിന് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യാം. ഇന്നും എന്നും നമ്മുടെ സ്നേഹത്തിൽ കൂടുതൽ ആഴമുണ്ടാകട്ടെ. ഇന്ന് നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം അവിടെ സന്നിഹിതനാണ്. എല്ലാവർക്കും
നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.